ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കപ്പപ്പഴം കൊണ്ടൊരു പഴംപൊരിയാണ്. ആവശ്യമനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഒരു 3 പഴമാണ് എടുത്തിട്ടുള്ളത്. പഴമെല്ലാം ചെറിയ പീസുകളാക്കിയാണ് നീളത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. 1/4 കപ്പ് വീതം ഗോതമ്പ് മാവും മൈദമാവും എടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂൺ അരിമാവാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ചിരവിയ തേങ്ങ മിക്സിയിലിട്ട് ഒന്നുകൂടി പൊടിച്ചെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. വെള്ള എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യം 1-2 സ്പൂൺ പഞ്ചസാരയാണ്. മധുരം ആവശ്യത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വെള്ളം കുറച്ചായിട്ട് ചേർത്ത് നമുക്ക് മാവ് കലക്കി എടുക്കാവുന്നതാണ്. വെള്ളം കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പഴംപൊരിക്കുള്ള മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. തയ്യാറാക്കിയ മാവിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് മുക്കി പൊരിച്ചെടുക്കാം. ചെറുതീയിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. ആദ്യം തീ കൂട്ടിയിട്ട് കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം നമ്മൾ പഴം ഇട്ട് കൊടുത്ത ശേഷം തീ കുറച്ച് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കപ്പപ്പഴം കൊണ്ടുള്ള പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റാണിത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.